നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടുവഴക്കിനിടെ ഗ്രഹനാഥന്റെ മരണം. കൊലപാതകത്തിന് കേസെടുത്ത ചേർത്തല പോലീസ്. മകൻ നിരീക്ഷണത്തിൽ. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ മരണകാരണം ശരീരത്തിലേറ്റ പരിക്കുകളെന്ന് സൂചന. ചേർത്തല നഗരസഭ 23-ാം വാർഡ് കരുവായിൽ വെളിയിൽ വീട്ടിൽ വൈസ്രോയി കുട്ടൻ എന്ന് വിളിക്കുന്ന 58 വയസ്സുള്ള ജയരാജനാണ് ഞായറാഴ്ച രാത്രി 7ഓടെ മരിച്ചത്. വീട്ടിൽ വഴക്കിനിടെ ഉണ്ടായ അക്രമത്തിൽ മരിച്ചതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വഴക്ക് നടന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഇരട്ട മക്കളിൽ ഒരാൾ പോലീസ് നിരീക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ മരണകാരണം ശരീരത്തിലേറ്റ പരിക്കുകളാണെന്ന സൂചനകളെ തുടർന്നാണ് പോലീസ് ഊർജിത അന്വേഷണത്തിലേക്ക് കടന്നത്. തിങ്കളാഴ്ച വൈകിട്ട് ജയരാജന്റെ സംസ്കാരത്തിന് ശേഷം പോലീസ് ഭാര്യ ശ്രീകലയുടെയും ഇരട്ട മക്കളായ യദുകൃഷ്ണൻ, ഹരികൃഷ്ണൻ എന്നിവരുടെയും മൊഴിയെടുത്തിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് കൂടുതൽ വ്യക്തത വരുത്തി കൊലപാതകത്തിന് കേസെടുത്തത്. ചൊവ്വാഴ്ചയോടെ കൂടുതൽ വ്യക്തത വരുത്തി അറസ്റ്റുണ്ടാകുമെന്ന സൂചനയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ആന്തരിക അവയവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. ജയരാജന്റെ കഴുത്തിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പരിക്കുകളുണ്ടായിരുന്നു. കഴുത്തിൽ ബലം പ്രയോഗിച്ചതായ പാടുകളും കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം പരിശോധിച്ചാണ് പോലീസ് സർജൻ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്ന നിഗമനത്തിലാണ് പോലീസ്. ഞായറാഴ്ച തന്നെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വീട്ടിൽ വഴക്ക് നടന്നതായി കണ്ടെത്തിയിരുന്നു. വഴക്കിനിടയിൽ കുഴഞ്ഞു വീണ ജയരാജനെ സമീപവാസികളടക്കം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്തിയ മൂത്ത മകൻ ശ്രീജിത്താണ് ചേർത്തല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത്. ബിൻ മീഡിയ, ചേർത്തല.